ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിന് ഭാഗമായിട്ട് നമ്മളതിൻ്റെ ക്ലച്ച്, എയർ ഫിൽറ്റർ, പ്ലഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അത്യാവശ്യം കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകുന്ന വണ്ടിയാണ്. അതുകൊണ്ട് വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല കേട്ടോ. ക്ലച്ചിൻ്റെ ഭാഗത്ത് ബെൽറ്റായാലും നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും വേരിയറ്റർ ബോഡി ആയാലും വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ ആയാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പ്ലഗ് ആയാലും വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്ത് കേട്ടോ. പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ബ്രേക്ക് ഷോ ആയാലും വേറെ കുഴപ്പമൊന്നുമില്ല. ബ്രേക്കിൻ്റെ കേബിൾ ആയാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഷോക്കപ്പിൻ്റെ ബുഷായാലും ലിങ്ക് ബുഷായാലും ഒക്കെ നമുക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് 2021 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ്. നിലവിൽ സെൽഫ് വർക്കിംഗ് ആണ്. എന്നാൽ പോലും നമ്മൾ ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോയെന്നും കൂടി ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.89 ആ റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററിക്ക് വല്ല ഡാമേജ് ഉണ്ടോയെന്ന് അറിയാൻ കേട്ടോ, കംപ്ലൈൻറ്റ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സെൽഫിൻ്റെ കൂടുതൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റി കളഞ്ഞാൽ മതി കേട്ടോ. അല്ലാതെ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല സെൽഫിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ട് എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. പിന്നെ വേറെ അങ്ങനെ പറയത്തൊക്കെ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. സർവീസിൻ്റെതായ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകാം. അങ്ങനെ കറക്റ്റായിട്ട് സർവീസ് ചെയ്യണ വണ്ടി ആയതുകൊണ്ട് നമുക്ക് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.